കേരള റീഡർ ഇംഗ്ലീഷ് ക്ലാസ് 6 ദ എയ്റോപ്ലെയിൻ എന്ന ഈ പദ്യത്തിന്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾ ഏവർക്കും സ്വാഗതം. ഹാവ് യു എവർ ട്രാവൽഡ് ഓൺ ആൻ എയ്റോപ്ലെയിൻ? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? ഡു യു ഫൈൻഡ് എനി സിമിലാരിറ്റി ബിറ്റ്വീൻ ആൻ എയ്റോപ്ലെയിൻ ആൻഡ് എ ബേർഡ്? ഒരു വിമാനത്തിനും ഒരു പക്ഷിക്കും തമ്മിൽ എന്തെങ്കിലും സാമ്യം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ലെറ്റ് us read the poem. നമ്മൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഈ പദ്യം ഒന്ന് വായിക്കാം. ഈ പദ്യത്തിന്റെ തലക്കെട്ട് ദ എയ്റോപ്ലെയിൻ, അതായത് വിമാനം. Look at the aeroplane up in the sky. Seems like a giant lark soaring on high. അതായത് ആകാശത്തിൽ ഉയർന്നു പറക്കുന്ന ആ വിമാനത്തെ ഒന്ന് നോക്കൂ. ഉയരങ്ങളിൽ പറന്നുയരുന്ന ഒരു വലിയ ലാർക്ക് പക്ഷിയെ പോലെ തോന്നുന്നു. അതായത് ആകാശത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന ആ വിമാനത്തിനെ കാണുമ്പോൾ വളരെ ഉയരത്തിൽ പറന്നുയരുന്ന ഒരു വലിയ തരം പക്ഷിയുണ്ട്. അതാണ് ലാർക്ക് എന്ന് പറഞ്ഞ ഒരു വലിയ തരം പക്ഷിയാണ്. ആ പക്ഷിയെ പോലെ തോന്നുന്നു എന്നാണ് ഈ വരികളിൽ പറയുന്നത്. See, on its outspread wing flashes the light. There sits the pilot brave guiding its flight. ഇവിടെ പറയുന്നത് നമുക്ക് എന്താ നോക്കാം. See, on its outspread wing flashes the light. അവിടെ നോക്കൂ, ആ വിമാനത്തിന്റെ രണ്ട് ഭാഗത്തേക്കും വിരിഞ്ഞു കിടക്കുന്ന ആ ചിറകിന്റെ മേലെ ചെറിയ ചെറിയ ലൈറ്റുകൾ മിന്നുന്നു. There sits the pilot brave guiding its flight. അങ്ങനെ അതിന്റെ ഉള്ളിൽ വളരെ ധൈര്യശാലിയായ പൈലറ്റ് ഇരുന്നിട്ട് ആ വിമാനം വളരെ സുഖത്തോടെ വളരെ ലാഘവത്തോടെ പറപ്പിക്കുന്നു. Hark, what a whirring song comes from its throat. Whir, whir of the engine its only note. എന്താ പറയുന്നത്? ഹാർക്ക്. ഹാർക്ക് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക എന്നർത്ഥം. ഓക്കെ, ശ്രദ്ധിക്കൂ. വാട്ട് എ whirring song comes from its throat. ത്രോട്ട് എന്ന് പറഞ്ഞാൽ തൊണ്ടയാണ്. നമ്മളുടെ ശബ്ദമൊക്കെ നമ്മളുടെ ഈ ലാരിങ്സ് എന്ന് പറഞ്ഞ സാധനം തൊണ്ടയിൽ നിന്നാണ് വരുന്നത്. അതുപോലെ ഈ വിമാനത്തിന്റെ ആ എഞ്ചിൻ പ്രവർത്തിക്കുന്ന ശബ്ദത്തിനെ അതിന്റെ തൊണ്ടയിൽ നിന്ന് വരുന്ന ഒരു ഗാംഭീരമായ, അതായത് whirring song എന്ന് പറഞ്ഞാൽ വളരെ ശബ്ദത്തോടുള്ള വളരെ ഗാംഭീരമായ പാട്ടായിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. ആ ശബ്ദമാണ് ഇവിടെ പറയുന്നത്. ഫിർ ഫിർ ഓഫ് ദ എഞ്ചിൻ, ആ എഞ്ചിൻ പ്രവർത്തിക്കുന്ന സൗണ്ട്. ഇറ്റ്സ് ഓൺലി നോട്ട്, അതൊരു ഗാനത്തിന്റെ നോട്ട്സ് ആണ്. നോട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ മ്യൂസിക്കൽ നോട്ട്സ് മാത്രമാണ് എന്നാ പറയുന്നത്. Now high and higher yet upward it goes, till but a tiny speck against heaven it shows. ഇവിടെ പറയുന്നു, ഇപ്പോൾ ഈ വിമാനം പറന്ന് ഉയർന്ന് ഉയർന്ന് വളരെ ഉയരത്തിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. till but a tiny speck against heaven it shows. അത് ഇപ്പോൾ ഈ ആകാശത്തിൽ ഒരു ചെറിയ പുള്ളി പോലെ, അതാണ് ടൈനി സ്പെക്ക് എന്ന് പറഞ്ഞ ഒരു ചെറിയ പുള്ളി മാത്രമായിട്ടാണ് കാണപ്പെടുന്നത്. ഒരു പുള്ളി പോലെയാണ് ഈ വിമാനത്തിനെ ഇപ്പോ കാണുന്നത്. കാരണം അത് അത്രയും ഉയരത്തിലേക്ക് പറന്നുയർന്നു കഴിഞ്ഞു. ഇവിടെ നിങ്ങൾ അപ്പോസ്ട്രഫി GAINST എന്നൊരു വാക്ക് കണ്ടില്ലേ? ഇത് വായിക്കുക ഗെയിൻസ്റ്റ്. ഇത് AGAINST എന്നൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ, എഗെയിൻസ്റ്റ്, എതിരെ. ആ വാക്കിന്റെ ഷോർട്ട് ഫോം ആയിട്ട് എഴുതുന്നതാണ് ഇത് ഇങ്ങനെ. Oh, here it is again, big as before, gracefully gliding down to earth once more. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഓ, ഇതാ അത് വീണ്ടും മുമ്പലത്തെ പോലെ വലുതായിട്ട് കാണുന്നു. അതായത് വിമാനത്തിനെ പഴയതുപോലെ വലുതായിട്ട് കാണുന്നു. ഗ്രേസ്ഫുള്ളി ഗ്ലൈഡിംഗ് ഡൗൺ ടു എർത്ത് വൺസ് മോർ. വളരെ സൗന്ദര്യത്തോടുകൂടെ അത് വീണ്ടും ഭൂമിയിലേക്ക് അങ്ങനെ പറന്നിറങ്ങുകയാണ്. അപ്പോ ഈ വിമാനം വളരെ ആകാശത്തിൽ ഉയരത്തിൽ പോയിട്ട് ഒരു പൊട്ടുപോലെ കാണപ്പെട്ട ആ വിമാനം ഇപ്പോൾ തിരിച്ചു പറന്നു വന്നപ്പോൾ അത് പഴയതുപോലെ വലുതായിട്ട് കാണുന്നു. സന്തോഷത്തോടുകൂടെ വളരെ സൗന്ദര്യത്തോടുകൂടെ അത് തിരിച്ചു ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. ഇവിടെ ഈ കവിത എഴുതിയ കവയിത്രി ജീനി കെഴ്വി, ഇവരെ കുറിച്ച് ചെറിയൊരു നോട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്കൊന്ന് വായിച്ച് അത് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ സ്റ്റുഡൻസ്, ദ എയ്റോപ്ലെയിൻ എന്ന ഈ പദ്യത്തിന്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം,
പിന്നെ നിങ്ങൾ എല്ലാവർക്കുമായി ഷെയർ ചെയ്യണം. അതുകൂടാതെ നിങ്ങളുടെ വിലയേറിയ കമൻസ് നിങ്ങൾ അറിയിക്കണം.